ഗൾഫ് മാധ്യമം സൗദി കിഴക്കൻ പ്രവിശ്യയിൽ സംഘടിപ്പിച്ച ഹാർമോണിയസ് കേരളയ്ക്ക് സമാപനം. ചലച്ചിത്ര താരങ്ങളും പിന്നണി ഗായകരും പങ്കെടുത്തതായിരുന്നു പരിപാടി. ദമാം ഗ്രീൻ സ്പോർട്സ് സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടി. ദമാമിനെ സംഗീത സാന്ദ്രമാക്കിയതായിരുന്നു ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച ഹാർമോണിയസ് കേരള. ചലച്ചിത്ര താരങ്ങളായ പാർവതി തിരുവോത്ത്, അർജുൻ അശോകൻ, ഗായകൻ MG ശ്രീകുമാർ ഉൾപ്പെടെയുള്ള താരനിര പരിപാടിയെ സമ്പന്നമാക്കി. പരിപാടി സൂപ്പർ. ഹാർമണി ഫസ്റ്റിന് ഞാനുണ്ടായിരുന്നു, ഇപ്പോൾ സെക്കൻഡിന് ഞാനുണ്ട്. വളരെ നന്നായി. ഒന്നിനേക്കാളും കൂടുതൽ ഒരുപാട് സൂപ്പറായിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാംസും വളരെ നന്നായിരുന്നു, ഒന്നും പറയാനില്ല. വളരെ നന്നായി. പിന്നെ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. അത് പിന്നെ മാധ്യമത്തിൻ്റെ എല്ലാ പരിപാടികളും വളരെ പ്രൊഫഷണലി വളരെ നല്ല ഓർഗനൈസ്ഡ് ആയിരുന്നു. പ്രോഗ്രാം എല്ലാം വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് മാധ്യമം നടത്തുന്ന പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എവറിത്തിങ് നമുക്ക് ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതേപോലെ തന്നെ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ നല്ല പ്രോഗ്രാമായിരുന്നു. ആക്ച്വലി മാധ്യമത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചത്. ഞാൻ നാട്ടിലായിരുന്നു, അതുകൊണ്ട് ഈ പ്രോഗ്രാം എന്തായാലും പങ്കെടുക്കണമെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. റംസാൻ മുഹമ്മദിന്റെ ഡാൻസും MG, നിത്യാമാമൻ, ലിബിൻ സക്കറിയ തുടങ്ങിയവരുടെ ആലാപനവും വേദിയിലേക്കെത്തി. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. MG ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു പ്രതിഭ, ആ പ്രതിഭയുടെ എനർജി ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്. പ്രത്യേകിച്ച് ഈ ദമാമിലെ ഓഡിയൻസ്, ആ ഓഡിയൻസിൻ്റെ പ്രതികരണം അദ്ദേഹത്തെ ഇത്ര ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ പാടാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ അടിപൊളി നമ്പേഴ്സ് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ എങ്ങും നിലനിൽക്കുന്ന ആ മെലഡീസ്, അതും അദ്ദേഹം അതീവ ഗംഭീരമായിട്ട് അദ്ദേഹം ആലപിച്ചു. സത്യത്തിൽ ഇത്തവണത്തെ ഹാർമോണിയസ് കേരളയുടെ പ്രത്യേകത അതിൻ്റെ ഒരു എനർജി ലെവൽ കൊണ്ട് എക്കാലവും ഓർത്തിരിക്കുന്ന ഈ ആയിരക്കണക്കിന് വരുന്ന ഈ ഓഡിയൻസ് ഒരു നിമിഷം പോലും അവർ വിരസതയില്ലാതെ തുള്ളിച്ചാടി ഉത്സാഹിച്ച് അവരുടെ എല്ലാ സങ്കടങ്ങളും ഈ പ്രവാസ ലോകത്തിൻ്റെ എല്ലാവിധമായ ആ ഒരു സംഘർഷങ്ങളും എല്ലാം അവസാനിച്ച് എല്ലാം കൊണ്ടും മതിമറന്നിരുന്ന കുറച്ച് നിമിഷങ്ങളാണ് മാധ്യമം നമ്മൾക്കായി നൽകിയത്. ഒരുപാട് സന്തോഷം. ഒരു രക്ഷയില്ല, അടിപൊളി പ്രോഗ്രാം. ഹാർമോണിയസ് കേരള എന്ന പേര് പോലെ തന്നെ വൈബായിട്ടുള്ള നല്ല സെറ്റപ്പ് പ്രോഗ്രാം. നമ്മളിവിടെ എസ്പെഷ്യലി എടുത്ത് പറയേണ്ടതിൻ്റെ കോർഡിനേഷനാണ്. വളരെ എന്താണ് പറയുക, നീറ്റായിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ദമാമിൻ്റെ ഓർമ്മച്ചപ്പിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ചു MG ഏട്ടൻ. മധുമയായി പാടിയെന്നല്ല, മധുരമായി തന്നെ പാടി. ഭയങ്കര രസമായിരുന്നു. അടിപൊളി പരിപാടി. സ്റ്റേജ് നിറഞ്ഞു കവിഞ്ഞു. ഞങ്ങളെല്ലാവരും നന്നായി ആസ്വദിച്ചു. വമ്പൻ പ്രോഗ്രാം. ദമാം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച പരിപാടികളിൽ ഒന്ന്. അടിപൊളിയായിരുന്നു ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാണ്ടല്ലോ. നമ്മൾ ഇവിടെ 2025 26 തൂക്കി എന്ന് പറയാം. കാരണം വെച്ചാൽ ഇതിൽ ഏറ്റവും എനിക്ക് തോന്നിയത്, ഞാനിവിടെ കണ്ട പ്രോഗ്രാമിലൊക്കെ ഏറ്റവും മികവുറ്റ പ്രോഗ്രാം. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. ഒരു ലാഗിങ്ങും ഇല്ല. അതുമല്ല, അതിൻ്റെ ആ ഒരു വേവ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ നല്ല ലെവലിൽ കൊണ്ടുപോകും. അതേപോലെ ഒന്ന് നമുക്ക് മെലഡി ആണെങ്കിലും ഇതാണെങ്കിലും അത് മിക്സ് ചെയ്ത് വേറൊരു ലെവലായിരുന്നു. അതായത് നമ്മളെ എല്ലാ ജനറേഷനും ആസ്വദിക്കാൻ പറ്റും. എന്തുകൊണ്ട് MG ഒക്കെ ലെജൻഡ് എന്ന് പറയുന്നു എന്നുള്ളത് ഈ ഒരൊറ്റ പ്രോഗ്രാം നമുക്ക് മനസ്സിലാവും. ഗൾഫ് മാധ്യമം CEO PM സാലിഹ്, മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ സലീം അമ്പലൻ, ബിസിനസ് പ്രമുഖർ എന്നിവർ സംബന്ധിച്ചു. വൺസ് അഗെയിൻ അത് ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം ഈസ്റ്റേൺ പ്രൊവിൻസിലെ ജനങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചതിൻ്റെ കഴിവ് തന്നെ ആ ഹാർമോണിയസ് കേരള എന്നുള്ള നാമം തന്നെയാണ്, ആ പേര് തന്നെയാണ്. ഇവിടെ വന്നു, നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ഇത്രയും ആളുകൾ അവസാന നിമിഷം വരെ ഈ പരിപാടി കാണാൻ വേണ്ടി നിന്നു എന്നുള്ളത് തന്നെയാണ് ഈ പരിപാടിയുടെ വിജയം. എല്ലാവരും പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ ഇവിടെ നിന്നും പോകുന്നത്. മീഡിയ 1 ദമാം.